Good morning everyone. Today we will discuss about classification of DBMS and database languages. Now we will see classification of DBMS. DBMS can be classified based on several criteria. First one, based on data model. Data model already we have learned relational data model, network data model, object data model. We have already learned. Second one, based on number of users. So DBMS will be used by single user or multiple user. These two criteria is classified. Third one, based on database distribution. DBMS database will be placed at different location. Generalized DBMS will be a single system, but distributed system DBMS available in different system. Okay, database will be placed at different location. Generalized DBMS will be single system, but the distributed system DBMS available in different system. Fourth one, based on cost. The DBMS in different type available in market. Some of open based or some payment based. There are free version or payment version. Okay. Fifth one, based on access path. Access path means method or retrieve the data from database. Method or retrieve the data from database. Sixth one, based on purpose. For what purpose we use for database? For example, airline reservation. Some of will be using financial things, managing product for a supermarket. Okay. DBMS classify ചെയ്യുന്നത് 6 ടൈപ്പ് ആയിട്ടാണ് ബേസ്ഡ് ഓൺ ഡാറ്റ മോഡൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഹൈറാർക്കൽ റിലേഷണൽ ഒബ്ജക്റ്റ് ഡാറ്റ മോഡൽ. ദെൻ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് യൂസേഴ്സ് മീൻസ് സിംഗിൾ യൂസറും ഉണ്ട് മൾട്ടിപ്പിൾ യൂസർ ഉണ്ട്, അതിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഡാറ്റാബേസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് ഡാറ്റാബേസിനെ ഡിസ്ട്രിബ്യൂട്ടഡ് ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ ജനറലൈസ്ഡ് DBMS ഉണ്ട്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നീട് വരുന്നത് ബേസ്ഡ് ഓൺ കോസ്റ്റ് ആണ്. അതായത് ഫ്രീ വേർഷനും ഉണ്ട്, അതുപോലെ തന്നെ പേയ്മെന്റും ഉണ്ട്, പേയ്മെന്റ് സോഫ്റ്റ്വെയറും ഉണ്ട്. അതാണ് ബേസ്ഡ് ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ബേസ്ഡ് ഓൺ ആക്സസ് പാത്ത് എന്ന് പറയുന്നത് ഹൗ ടു റിട്രീവ് ദി ഡാറ്റ എങ്ങനെ റിട്രീവ് ചെയ്യുന്നു അതിന്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ ആണ്. സിക്സ്ത് വൺ, ബേസ്ഡ് ഓൺ പർപ്പസ്. എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഡാറ്റേനെ റിട്രീവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ചിലവർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, എയർലൈൻ റിസർവേഷന് വേണ്ടിയിട്ടായിരിക്കും, ചിലവർ ഫിനാൻഷ്യൽ തിങ്സിന് വേണ്ടിയിട്ടായിരിക്കും, ചിലവർ മാനേജിങ് പ്രൊഡക്റ്റ്, സൂപ്പർ മാർക്കറ്റിൽ പ്രൊഡക്റ്റ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാവും. പല പർപ്പസിന് വേണ്ടിയിട്ട് ഡാറ്റാബേസിനെ യൂസ് ചെയ്യുന്നു. അതാണ് ബേസ്ഡ് ഓൺ പർപ്പസ് എന്ന് പറയുന്നത്. Now we can see all things in detail based on data model. First one, relational DBMS. It is most commonly used commercial DBMS. Data will be stored in table and columns. So such database is called a relational database management system. Data will be stored in table and column. So such type of database is called a relational DBMS. It is most commonly used commercial DBMS. Second one, object DBMS. The object data model has been implemented in some commercial system using object-oriented concept. യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റ് ആണ്. അതായത് സ്റ്റുഡൻറ്, ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്, ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വേറൊരു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ടായിരിക്കും, അതുപോലെ ആ ഒരു സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ ബേസിൽ ഒരു ടേബിൾ ഉണ്ടായിരിക്കും. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബേസിൽ ഒരു ടേബിൾ ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റ് ബേസ്ഡ് ആയിരിക്കും ഒബ്ജക്റ്റ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. തേർഡ് വൺ, ഹൈറാർക്കൽ DBMS. മെനി ലെഗസി ആപ്ലിക്കേഷൻ സ്റ്റിൽ റൺ ഓൺ database system based on the hierarchical data model. For example, IMS. ഹൈറാർക്കൽ മോഡൽ എന്ന് പറയുന്നത് ട്രീ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. അതായത് ഒരു റൂട്ട് ഉണ്ടായിരിക്കും, ഒരു പാരന്റ് ഉണ്ടായിരിക്കും, അതിന് മൾട്ടിപ്പിൾ ചൈൽഡ് ഉണ്ടായിരിക്കും. അതായത് ഒരു പാരന്റേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഒരുപാട് നോഡുകളായിട്ട് ചൈൽഡായിട്ട് ഒരുപാട് നോഡുകൾ ഉണ്ടായിരിക്കും. എല്ലാ നോഡിനും കൂടി ഒരു പാരന്റും ആയിരിക്കും ഉണ്ടായിരിക്കുള്ളൂ. അതിനെയാണ് ഹൈറാർക്കൽ ഡാറ്റാബേസ് മോഡൽ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ലെഗസി മീൻസ് ഓൾഡർ ആപ്ലിക്കേഷൻസും ഉണ്ടായിരിക്കും. ഓൾഡർ ആപ്ലിക്കേഷൻ സ്റ്റിൽ റണ്ണിങ്ങിന് ഡാറ്റാബേസ്, ഓൾഡർ ആപ്ലിക്കേഷനും ഇപ്പോഴും ആ ഡാറ്റാബേസിൽ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കും. അതിനെയാണ് ഹൈറാർക്കൽ ഡാറ്റാബേസ് മോഡൽ എന്ന് പറയുന്നത്. അതിന്റെ ഓൾഡർ ആപ്ലിക്കേഷൻ, അതായത് പാരന്റ് എപ്പോഴും റൺ ആയിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഏതായിരുന്നെങ്കിൽ അത് എപ്പോഴും റൺ ആയിക്കൊണ്ടിരിക്കും. അതിനെയാണ് ഹൈറാർക്കൽ ഡാറ്റാബേസ് മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത്
network database model. The network data model was used by many vendors and by the products like DMS 1100. It is also graph structure. അതായത് നെറ്റ്വർക്ക് ഡാറ്റ മോഡൽ എന്ന് പറയുന്നത് ഗ്രാഫ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഹൈറാർക്കൽ ഡാറ്റ മോഡലിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. അതായത് ഹൈറാർക്കൽ ഡാറ്റ മോഡലിന് ഒരു പാരന്റ് ഉണ്ടായിരിക്കുള്ളൂ, മൾട്ടിപ്പിൾ ചൈൽഡും ഉണ്ടായിരിക്കും. ബട്ട് നെറ്റ്വർക്ക് ഡാറ്റ മോഡലിന് ഒരുപാട് പരസ്പരം എല്ലാ നോഡുകളും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. ഒരു പാരന്റ് മാത്രമല്ല ഉണ്ടായിരിക്കുള്ളൂ, കുറേ പാരന്റ്സും ഉണ്ടായിരിക്കും. അതാണ് നെറ്റ്വർക്ക് ഡാറ്റ മോഡൽ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇതെല്ലാം. സെക്കൻഡ് വൺ വരുന്നത് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് യൂസേഴ്സ്. സിംഗിൾ യൂസർ സിസ്റ്റം സപ്പോർട്ട് ഓൺലി വൺ യൂസർ അറ്റ് എ ടൈം ആൻഡ് ആർ മോസ്റ്റ്ലി യൂസ്ഡ് വിത്ത് PCs. Particular database access on a single user at a particular time. Particular database access on a single user at a particular time. Multiple users, which include the majority of DBMS, support concurrent multiple users. Multiple users can access the database in same time. Okay. സിംഗിൾ യൂസറും മൾട്ടിപ്പിൾ യൂസറാണ്. സിംഗിൾ യൂസർ എന്ന് പറയുന്നത് അറ്റ് എ ടൈമിൽ ഒരു യൂസർ മാത്രമേ ആ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുള്ളൂ. മൾട്ടിപ്പിൾ യൂസർ എന്ന് പറയുന്നത് അറ്റ് എ ടൈമിൽ മൾട്ടിപ്പിൾ യൂസേഴ്സ് ആ ഒരു ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യും. അതാണ് മൾട്ടിപ്പിൾ യൂസർ സിസ്റ്റംസ്. ഓക്കെ. തേർഡ് വൺ ബേസ്ഡ് ഓൺ ഡാറ്റാബേസ് ഡിസ്ട്രിബ്യൂഷൻ. Centralized DBMS. Centralized DBMS can be support multiple users, but the DBMS and the DBMS reside totally at a single computer site. Centralized means database will be placed in a single computer. Many clients attached that. Okay. Centralized means database will be placed in a single computer. Many clients attached that. Okay. Each system have ഫോർ എക്സാമ്പിൾ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഡാറ്റാബേസ് ഉണ്ടായിരിക്കും, അതിനെ മൾട്ടിപ്പിൾ പർപ്പസിന് വേണ്ടിയിട്ട് യൂസേഴ്സ് ആക്സസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സിസ്റ്റത്തിൽ നിന്ന് മൾട്ടിപ്പിൾ യൂസേഴ്സ് ഒരൊറ്റ സിസ്റ്റത്തിന്, ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരൊറ്റ PCനെ ആക്സസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെയാണ് സെൻട്രലൈസ്ഡ് DBMS എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് DBMS. A distributed DBMS can have the actual database and the DBMS software distributed over many sites connected by a computer network. Distributed system means each system have different database connected using computer network. Okay. Each system have different database connected using computer network. Okay. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെൻറ്റ് യൂസേഴ്സ് ഉണ്ടായിരിക്കും. ആ ഡിഫറെൻറ്റ് യൂസേഴ്സിന് ഡിഫറെൻറ്റ് ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന് ഒരൊറ്റ ഡാറ്റാബേസ് ഉണ്ടായിരിക്കുള്ളൂ, അതിന് ഡിഫറെൻറ്റ് യൂസറാണ് കണക്ട് ചെയ്യുന്നത്. ബട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് സിസ്റ്റത്തിന് എങ്ങനെയാണ്? ഓരോ സിസ്റ്റത്തിനും ഓരോ ഡാറ്റാബേസ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു 5 യൂസർ ഉണ്ടെങ്കിൽ 5 ഡാറ്റാബേസ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. അതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ ഒരു സിസ്റ്റം ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായി കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ. Then distributed system further classified as homogeneous DBMS and heterogeneous DBMS. Homogeneous DBMS use the same DBMS software at all the sites. Then heterogeneous DBMS can use different DBMS software at each site. ഹോമോജീനിയസിലെ സോഫ്റ്റ്വെയർ, അതായത് ഹോമോജീനിയസിലും ഇതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആയിരിക്കും. അതായത് സിംഗിൾ യൂസർക്ക് ഒരു സിംഗിൾ DBMS ഉണ്ടായിരിക്കും. ബട്ട് എന്തായിരിക്കും? സെയിം സോഫ്റ്റ്വെയർ ആയിരിക്കും എല്ലാ സിസ്റ്റത്തിലും ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് യൂസർ ഉണ്ടായിരിക്കും. അതായത് ഓരോ ഇൻഡിവിജ്വൽ യൂസറിനും ഓരോ DBMS ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും ഒരു 5 സിസ്റ്റംസ് ഉണ്ടെങ്കിൽ 5 സിസ്റ്റത്തിനും 5 ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. അതിനെ തന്നെ ഫർദർ ക്ലാസിഫൈ ചെയ്യുകയാണ് ഹോമോജീനിയസ് DBMSും ഹെട്രോജീനിയസ് DBMSും. അതിൽ ഹോമോജീനിയസ് DBMS എന്ന് പറയുന്നത് ഞാൻ 5 ഇൻഡിവിജ്വൽ സിസ്റ്റത്തിന് 5 DBMS ഉണ്ടായിരിക്കും. പക്ഷേ ഈ 5 DBMSനും ഒരൊറ്റ സോഫ്റ്റ്വെയർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. സെയിം സോഫ്റ്റ്വെയർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ബട്ട് ഹെട്രോജീനിയസ് DBMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ സോഫ്റ്റ്വെയർ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ. ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. That's based on the cost. Open source DBMS product like MySQL or PostgreSQL that are supported by third-party vendors with additional service.
Database system freely available, for example, MySQL and PostgreSQL. Another type is payment type. RDBMS products are available as free examination 30 days copy vendors as well as personal versions which may cost under $100 and allow a fair amount of functionality. അതായത് another type is payment type. 30 days trial version RDBMS software are available after the 30 trial purchase versions. The personal version is allow a fair amount of functionality. അതായത് ഓപ്പൺ സോഴ്സ് ഉണ്ട്, കോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഓപ്പൺ സോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ പേയ്മെന്റ് വേർഷനും ഉണ്ട്. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിരിക്കും, MySQL, PostgreSQL ഒക്കെ. പക്ഷേ RDBMS തന്നെ 30 days ട്രയൽ നോക്കി അതിനുശേഷം പർച്ചേസ് ചെയ്യുന്ന, പേയ്മെന്റ് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന വേർഷൻസും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ആക്സസ് പാത്ത്. DBMS can be classified based on type of access path options for storing files. How we can access data in DBMS? Access path is inverted file structure indexing mechanism. There is a technique called inverted file system. Okay, inverted file structure is indexing mechanism. There is a technique called inverted file system. Access path are alternative ways for retrieving specific record from the relational table. One well-known family of DBMS is based on inverted file structures. ആക്സസ് പാത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ആ ഡാറ്റേനെ റിട്രീവ് ചെയ്തെടുക്കാമെന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ക്ലാസ്സിൽ. ഇൻഡെക്സിങ് മെക്കാനിസം ഒക്കെ, അതായത് ഇത് ഇൻഡെക്സ് ബേസിൽ നമ്മൾ ഡാറ്റേനെ റിട്രീവ് ചെയ്തെടുക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെ തന്നെയാണ് പറയുന്നത് ഇൻവേർട്ടഡ് ഫയൽ സ്ട്രക്ചർ എന്ന്. ഓക്കെ, then next based on purpose. DBMS based on different purpose. DBMS can be general purpose or special purpose. DBMS ക്ലാസിഫൈ ചെയ്യുന്നത് ജനറൽ പർപ്പസും അതുപോലെ തന്നെ സ്പെഷ്യൽ പർപ്പസിനും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ DBMSനെ റിട്രീവ് ചെയ്തെടുക്കുന്നത്. When performance is a primary consideration, a special purpose DBMS can be designed and built for a specific application. If you want to get a better performance, we have created our own DBMS. Okay, if you want to get a better performance, we have to create our own DBMS. അല്ലേ, അതായത് ബെറ്റർ പെർഫോമൻസ് വേണമെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള DBMS തന്നെ ബിൽഡ് ചെയ്തെടുക്കണം അല്ലേ. ഫോർ എക്സാമ്പിൾ ബാങ്കിൻ്റെതായൊരു DBMS സിസ്റ്റം ഉണ്ട്, അതായത് ഒരു സ്പെഷ്യൽ പർപ്പസ് DBMS ഉണ്ട്. ബാങ്കിൻ്റെതായ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള ഒരു DBMS ഉണ്ട് അല്ലേ, ഡാറ്റാബേസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, such a system cannot be used for other application without major changes. അതായത് ആ ഒരു ആപ്ലിക്കേഷൻ, ബാങ്കിന്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. Many airline reservation and telephone directory system are special purpose DBMS. This while this fall into category of online transaction processing systems. അതായത് ഇപ്പോൾ എന്താണ് പറയുന്നത്, സ്പെഷ്യൽ പർപ്പസും ഉണ്ട്, അതുപോലെ ജനറൽ പർപ്പസ് DBMSും ഉണ്ട്. ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പർപ്പസിനും യൂസ് ചെയ്യുന്ന തരത്തിലുള്ളതിനെയാണ് ജനറൽ പർപ്പസ് DBMS എന്ന് പറയുന്നത്. സ്പെഷ്യൽ പർപ്പസ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഒരു ബാങ്ക്, അതുപോലെ തന്നെ സ്കൂള്, അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് തന്നെ അവരുടേതായിട്ടുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. അത് വേറൊരാൾക്ക് വേറൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ആ ഒരു കാറ്റഗറീസിനെയാണ്, ആ സ്പെഷ്യൽ പർപ്പസ് DBMSനെയാണ് നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, database language. Database language means how we can control a database or how we can control a system using particular language. Database language means how we can control a database or how we can control a system using particular language. They are classified into 3 types: data definition language, data manipulation language, data control language. Language is nothing but language is communicate and interface the database. Language is communicate and interface the database.
Suppose we have student database. We need the particular student in S4CS. How we can retrieve it? We can retrieve only using database language. For example, suppose we have student database. We need to particular student. How we can retrieve it? We can retrieve only using database language. First one, data definition language. It is create a database or create a structure. Simply termed is create a schema. Such type of data language is called a data definition language. It is dealing with schema. How the database must view or how the database must be available. That type of language is called a data definition language. Data definition language എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റയെ എങ്ങനെ വ്യൂ ചെയ്യാം, ഡാറ്റയെ എങ്ങനെയെല്ലാം അറേഞ്ച് ചെയ്യാം, സ്കീമയാണ് ഡീൽ ചെയ്യുന്നത്. ആ ടൈപ്പ് ലാംഗ്വേജിനെയാണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ ഡാറ്റാബേസിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ലാംഗ്വേജ് വേണം. എന്നാൽ മാത്രമാണ് ഡാറ്റാബേസിനായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി 3 ടൈപ്പ് ലാംഗ്വേജ് ഉണ്ട്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആൻഡ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ഡീൽ ചെയ്യുന്നത് സ്കീമയാണ്. അതായത് ഡാറ്റയെ ഒന്നും ചെയ്യുന്നില്ല, ഡാറ്റ എങ്ങനെ നമുക്ക് വ്യൂ ചെയ്യാം, അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് എങ്ങനെ സ്കീമയെ അറേഞ്ച് ചെയ്യാം, അതിനൊക്കെയാണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വി ഹാവ് എ സ്റ്റുഡൻറ് ഡാറ്റാബേസ്. നമുക്കൊരു സ്റ്റുഡൻറ് ഡാറ്റാബേസ് ഉണ്ട്. ആ സ്റ്റുഡൻറ്റിന് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. നെയിം, റോൾ നമ്പർ, മാർക്ക്. അതിന് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പും ഉണ്ട്. നെയിമിന് ക്യാരക്ടർ ആൻഡ് റോൾ നമ്പർ ഹാവിങ് ഇൻറ്റിജർ ആൻഡ് മാർക്ക് ഹാവിങ് ഫ്ലോട്ട്. ഓക്കെ, ആ ആട്രിബ്യൂട്ടിനെ, ആ ഡാറ്റ ടൈപ്പിനെ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്. Okay, just modifying the structure of a system. Okay, next, data manipulation language. Data manipulation language actually dealing with modification of data. If you want to update the data or of a particular student, modify the data in a table. Okay, it is actually dealing with the modification of data. If you want to update the data of a particular student, modify the data in a table. Okay, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് മോഡിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റേനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. വി വാണ്ട് ടു അപ്ഡേറ്റ് ദി ഡാറ്റ. എന്തെങ്കിലും ഡാറ്റ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റുഡൻറ്റ് ന്യൂ അഡ്മിഷൻ ആണെങ്കിൽ ആ കുട്ടീനെ ഓൾറെഡി ഉള്ള ആ ഒരു ക്ലാസ്സിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഫോൺ നമ്പറിൽ എന്തെങ്കിലും ചേഞ്ച്, മൊബൈൽ നമ്പറിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഡാറ്റേനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഓക്കെ, next, data control language, DCL. It is actually used to control and access to the data. It is actually used to control and access to the data in a database. Suppose we want to save data stored in a database. That can be done using data control language. ഓക്കെ, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റേനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലോസ് ആയ ഡാറ്റേനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഓക്കെ, now we can see the points in detail. First one, data definition language. A database schema can be specified by a special language is called data definition language. DDL is a set of commands to create, modify and delete database structure but not data. Okay, DDL contains set of instructions. We can create, modify, delete database structure but not touching the data. Okay, not touching the data. Database data definition language എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റേനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഡാറ്റേനെ നമുക്ക് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം. അതായത് ഈ ഒരു കമാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ക്രിയേറ്റ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഡാറ്റേനെ എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം, ബട്ട് എങ്ങനെ വേണമെങ്കിലും വ്യൂ ചെയ്യുന്ന പോലെ അറേഞ്ച് ചെയ്യാം, ബട്ട് ഡാറ്റയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. Then data values are stored in a database. It must satisfy certain consistency constraints. DDL provides facilities to specify such constraints. Okay, what consistency content can also be provided. What do you mean by constraints? Okay, we can say we are creating a database. For example, consistency means we are creating a database. നമുക്കൊരു ഡാറ്റാബേസ് ഉണ്ട്, സ്റ്റുഡൻറ് ഡാറ്റാബേസ് ഉണ്ട്. ആ സ്റ്റുഡൻറ്റിന് സീരിയൽ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, മാർക്ക് ഉണ്ട്. ദെൻ
ഈ സീരിയൽ നമ്പർ വി ക്യാൻ ഗിവ് സീരിയൽ നമ്പർ മസ്റ്റ് നോട്ട് ബി എംപ്റ്റി. ഓക്കെ, അതായത് സ്റ്റുഡൻറ് ഡാറ്റാബേസ് ഉണ്ട്, സ്റ്റുഡൻറ്റിൻ്റെ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, മാർക്ക് ഉണ്ട്. അതിൽ ഈ ഒരു സ്റ്റുഡൻറ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? മസ്റ്റ് നോട്ട് ബി എംപ്റ്റി. സ്റ്റുഡൻറ് നമ്പർ ഒരിക്കലും എംപ്റ്റി ആവാൻ പാടില്ല. അതിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ സീരിയൽ നമ്പർ എന്ന് പറയുന്നത് പ്രൈമറി കീ ആവണം. പ്രൈമറി കീ മീൻസ് കീ യൂസ്ഡ് ടു ഐഡന്റിഫൈ പർട്ടിക്കുലർ റിലേഷൻ യുണീക്ലി. ഓക്കെ, ആ പ്രൈമറി കീ ആ ഒരു സ്റ്റുഡൻറ്റിന് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു കൺസ്ട്രെയിൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു, ഇപ്പോൾ സീരിയൽ നമ്പർ മസ്റ്റ് നോട്ട് ബി എംപ്റ്റി, അങ്ങനെ എന്തെങ്കിലും ഒരു റൂൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻ എന്ന് പറയുക. ദെൻ ഡൊമൈൻ കൺസ്ട്രെയിൻസ്, ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്, authorization etc. are different constraints. Okay, domain constraint means ഡൊമൈൻ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മൊബൈൽ നമ്പർ അത് 10 ഡിജിറ്റ് തന്നെ വേണം, അങ്ങനെ ഒരു റൂൾ സാറ്റിസ്ഫൈ ചെയ്യുക, അതിനാണ് ഡൊമൈൻ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി കീ, ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിന് ഇന്ന പ്രൈമറി കീ ആയിരിക്കണം, അത് യുണീക്ക് ആയിരിക്കണം, അത് വേറെ ആർക്കും പാടില്ല. അതുപോലെ തന്നെ ഓതറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ് ഡാറ്റാബേസ് ഉണ്ട്, ആ സ്റ്റുഡൻറ് ഡാറ്റാബേസിലെ ചില കുട്ടികൾക്ക് മാത്രം, ഇപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് വേറൊരു ക്ലാസ്സിലെ കുട്ടികളുടെ ഫോൺ നമ്പർ കാണാൻ പാടില്ല, ഹൈഡ് ചെയ്ത് വെക്കണം. അതുപോലെ ഇപ്പോൾ സീനിയേഴ്സിന് ഇപ്പോൾ ജൂനിയേഴ്സിൻ്റെ നമ്പർ വേണ്ട, അപ്പോൾ അത് ഹൈഡ് ചെയ്ത് വെക്കണം, ആ കുട്ടികൾക്ക് ആ ഡാറ്റ കാണേണ്ട ആവശ്യമില്ല. അതുപോലെ ഇപ്പോൾ ഓഫീസ് സ്റ്റാഫിന് കുട്ടികളുടെ മാർക്കും കാര്യങ്ങളൊന്നും സീൻ ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് ഓൾറെഡി ആ കുട്ടികളുടെ ഫീസ് സ്ട്രക്ചർ, അഡ്മിഷൻ ഡീറ്റെയിൽസ് മാത്രമേ വേണ്ടുള്ളൂ, അപ്പോൾ അത് അവരിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കും. അങ്ങനെ ചിലവർക്ക് ചില ഡാറ്റ മാത്രം കാണാൻ കഴിയും, അതിനെയാണ് ഓതറൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റുഡൻറ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഡാറ്റയല്ല, ഒരുപാട് ഡാറ്റ ഉണ്ടായിരിക്കും, അപ്പോൾ ചില ഡാറ്റ മാത്രം ചിലവർക്ക് കാണാൻ കഴിയുക, അങ്ങനെയുള്ളതിനെയാണ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ DBA ആൻഡ് ബൈ ഡാറ്റാബേസ് ഡിസൈനേഴ്സ്. ഇതെല്ലാം യൂസ് ചെയ്യുന്നത് DBA ഡാറ്റ അഡ്മിനിസ്ട്രേറ്ററും അതുപോലെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററും അതുപോലെ തന്നെ ഡാറ്റാബേസ് ഡിസൈനേഴ്സും ആണ് കൂടുതലായിട്ട് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് DML. A DML is a language that enables users to access or manipulate data through DML. We can insert data, modify, delete and retrieve the information. Okay, actually it is dealing with the data stored in a database. DML we can access data and manipulate data. നമുക്ക് ഡാറ്റേനെ ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്, കമൻസ് എന്ന് പറയുന്നത് ഇൻസേർട്ട്, മോഡിഫൈ, ഡിലീറ്റ് ആൻഡ് റിട്രീവ്. ഇൻസേർട്ട് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു സ്റ്റുഡൻറ് ഡാറ്റാബേസ് ഉണ്ട്, ആ സ്റ്റുഡൻറ് ഡാറ്റാബേസിൽ ഇപ്പോൾ ഓൾറെഡി ഒരു ക്ലാസ്സിലെ ആ സ്റ്റുഡൻറ്റിന് പുതിയ അഡ്മിഷൻ വരുമ്പോൾ ആ സ്റ്റുഡൻറ് ഡാറ്റാബേസിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ മോഡിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡാറ്റ ഓൾറെഡി സ്റ്റോർ ഇൻ എ ഡാറ്റാബേസ്, ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ ഉണ്ടായിരിക്കും, അതിനെ മോഡിഫൈ ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ CGPA ചേഞ്ച് വരും, അതെല്ലാം ടോട്ടൽ CGPA ചേഞ്ച് വരും, അതെല്ലാം ചേഞ്ച് ചെയ്യുക, മോഡിഫൈ ചെയ്യുക. ഡിലീറ്റ് ഡാറ്റ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി നിർത്തിപ്പോയി കഴിഞ്ഞാൽ ആ ഡാറ്റ അതിൽ നിന്ന് കളയാം. റിട്രീവ് ദി ഡാറ്റ, അപ്പോൾ പ്രിൻസിപ്പളിന് നിങ്ങളുടെ എന്തെങ്കിലും പ്രൊഫൈലോ എന്തെങ്കിലും റിട്രീവ് ചെയ്തെടുക്കണമെങ്കിൽ റിട്രീവ് ചെയ്തെടുക്കാം. ഈ ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. ഓക്കെ, ഈ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് വെച്ചിട്ടാണ് ഈ ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യുക. There are two main type of DML, procedural DML and non-procedural DML. Procedural DML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ require a user to specify what data are needed and how to get this data. Procedural also called a low-level language. What data user need, how to get this data. Okay, what data user needs and how to get this data. ഫോർ എക്സാമ്പിൾ ഹയസ്റ്റ് മാർക്ക്, അതായത് ഇപ്പോൾ സീരിയസ് ടെസ്റ്റിന് ഹയസ്റ്റ് മാർക്കുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കണം. ഹൗ യു ക്യാൻ റിട്രീവ് ദി ഡാറ്റ? ദി മെത്തേഡ് ഈസ് പ്രൊസീജിയറൽ ലാംഗ്വേജ്. റൈറ്റ് ദി കോഡ് ബേസ്ഡ് ഓൺ ദി പ്രൊസീജിയർ, അതായത് ഒരു പ്രൊസീജിയർ വെച്ചിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ സി അതായത് ആ C ലാംഗ്വേജ് വെച്ച്, അതായത് ഒരേ പ്രൊസീജിയർ വെച്ച് ഡാറ്റേനെ റിട്രീവ് ചെയ്തെടുക്കുക. ഇതൊരു ലോ ലെവലാണ്. ദിസ് ലോ ലെവൽ പ്രൊസീജിയറൽ DML ആക്ച്വലി ഇൻ്റഗ്രേറ്റഡ് അലോങ് വിത്ത് ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, വാട്ട് ഡാറ്റ നീഡഡ് ആൻഡ് ഹൗ ടു ഗെറ്റ് ദ ഡാറ്റ, എന്ത് ഡാറ്റയാണ് വേണ്ടത്, എങ്ങനെയാണ് ആ ഡാറ്റ കിട്ടേണ്ടതും, അത് ഈ ലോ ലെവൽ ലാംഗ്വേജ് പ്രൊസീജിയറൽ DML ലാംഗ്വേജ് ആണ് തീരുമാനിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഹൈ ലെവൽ ഓർ നോൺ പ്രൊസീജിയറൽ DML requires a user to specify what data are needed without specifying
ഹൗ ടു ഗെറ്റ് ദിസ് ഡാറ്റ. ഓക്കെ, ഇതിൽ സ്പെസിഫൈ ചെയ്യുന്നത് എന്താണ്, എന്ത് ഡാറ്റയാണ് വേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, ബട്ട് എങ്ങനെയാണ് ആ ഡാറ്റ നമുക്ക് കിട്ടുന്നത് എന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല. എ ക്വറി ഈസ് സ്റ്റേറ്റ്മെന്റ് റിക്വസ്റ്റിംഗ് ദി റിട്രീവൽ ഓഫ് ഇൻഫർമേഷൻ. അതായത് ഇത് സിമ്പിൾ ആണ്, അതായത് പ്രൊസീജിയറൽ ഡി എം എല്ലിനെക്കാട്ടും സിമ്പിൾ ആണ് ഈ നോൺ പ്രൊസീജിയറൽ ഡി എം എൽ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓൾറെഡി നമ്മൾ, അതായത് കൊറി ഈസ് എ സ്റ്റേറ്റ്മെന്റ് റിക്വസ്റ്റിംഗ് ദി റിട്രീവൽ ഓഫ് ഇൻഫർമേഷൻ. നമുക്ക് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് കൊറി എന്ന് പറയുന്നത്. അത് സിമ്പിൾ ആണ്, അതായത് നമുക്ക് ഡാറ്റ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയില്ല, ഓൾറെഡി നമുക്ക് എന്ത് ഡാറ്റ ആവശ്യമുള്ളതെന്ന് മാത്രം കൊടുത്താൽ മതി, കുറച്ചുകൂടി സിമ്പിൾ ആണ്. ഓക്കെ, ഹൈ ലെവൽ ഡി എം എൽ സച്ച് എസ് SQL ക്യാൻ സ്പെസിഫൈ ആൻഡ് റിട്രീവ് മെനി റെക്കോർഡ്സ് ഇൻ എ സിംഗിൾ ഡി എം എൽ സ്റ്റേറ്റ്മെന്റ്. ഒരു സിംഗിൾ ഡി എം എൽ സ്റ്റേറ്റ്മെന്റ് SQLന്റെ സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജിന്റെ, അതായത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റെക്കോർഡിന് മെനി ഡാറ്റാസിനെ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്, ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് തന്നെ. Therefore, they are called set at a time or set oriented DMLs. ഇതിനെയാണ് നമ്മൾ set at a time function എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. This is the language that controls access to the data and to the database. DCL statement are grouped with a DML statement. Through DCL we can commit and roll back. It is used to actually control and access the data. ഡാറ്റയെ കൺട്രോൾ ചെയ്യാനും ആക്സസ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഡാറ്റയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഇതിന് രണ്ട് ഫംഗ്ഷൻസ് ആണുള്ളത്, കമ്മിറ്റും അതുപോലെ തന്നെ റോൾ ബാക്കും. കമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡാറ്റേനെ സേവ് ചെയ്യാം, സേവ് വർക്ക് ഡൺ. ഓക്കെ, സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കമ്മിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ റോൾ ബാക്ക് എന്ന് പറയുന്നത് ലോസ് ആയ ഡാറ്റയെ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടി, ലോസ് ആയ ഡാറ്റയെ നമുക്ക് റിട്രീവ് ചെയ്താൽ അതുപോലെ തന്നെ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് റോൾ ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ,